അപ്രതീക്ഷിതമായി സമയം അല്പം താമസിച്ച് ക്ഷമിക്കണം എന്നൊരു അഭ്യർത്ഥന ആദ്യമേ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതോടൊപ്പം നടത്തുകയാണ്. ആർ ചന്ദ്രശേഖരന്റെ കോടാനക്കോടി രൂപ കൊള്ളയടിച്ച് അഴിമതി കാണിച്ച ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ അത്രത്തോളം സഹായിച്ച് നീതിപീഠത്തിൽ നിന്ന് പോലും അവ്യക്തമായ ചില ശബ്ദങ്ങൾ ഉയർത്തി സമൂഹത്തിൽ രക്ഷപ്പെടുന്ന ദയനീയമായ കാഴ്ചയാണ് കേരള ജനത കാണുന്നത്. ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച് അത് കോടതിയിൽ വന്നപ്പോ നിയമ പണ്ഡിതന്മാരായ ആളുകൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഉത്തരവിലുള്ള കുഴപ്പം വളരെ പ്രത്യക്ഷമായി മനസ്സിലായത്. അതിനെതിരെ ശക്തിയായ പ്രതിഷേധം നടത്തുന്നതിനും സന്ധിയില്ലാത്ത സമരം നടത്തുന്നതിനും INTUCയുടെ കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളവരെ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുന്നു. UDF പിണറായിക്ക് പഠിക്കണ്ട എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ ആദ്യമായി UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആദ്യമായി ശ്രീ RM രമേശനും അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിന് നടയിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ പോകുന്നത്. സൂചന സത്യാഗ്രഹമാണ്. അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ UDF പിണറായിക്ക് പഠിക്കണ്ട എന്ന് തന്നെയാണ്. മുമ്പ് ഒരു പോലീസ് ഓഫീസർ എഴുതിയ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെ പറ്റി നിങ്ങൾ കേട്ടുക. ഒരു കുട്ടി സ്കൂളിലേക്ക് പോയപ്പോൾ കുട്ടിയെ പട്ടി കടിച്ചു. പട്ടി കൊല്ലണമെന്നുള്ള ഉദ്ദേശിച്ച് കടിച്ചു. കുട്ടി പക്ഷേ ചത്തില്ല. അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അയാളെ ശിക്ഷിക്കേണ്ടതാണ്. അവസാനം സൂക്ഷ്മ പരിശോധനയിൽ പട്ടിയുടെ വായിൽ പല്ലുകൾ മുളച്ചതായി കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഉത്തരവ് ചന്ദ്രശേഖരനെതിരായി കേരളത്തിലെ ഒരു സെക്രട്ടറി കൊടുത്തു. ആരാണെന്ന് ഇപ്പൊ വിശദീകരിക്കുന്നത് എനിക്കറിയാം. അതിന്റെ ഉദ്ദേശം യാതൊരു കാരണവശാലും ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ ഒരു പൊടി പോലും തുടരുത്, ചന്ദ്രശേഖരനെ സമ്പൂർണമായി രക്ഷിക്കണം എന്നുള്ള താല്പര്യത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് ആ ഉത്തരവിറക്കിയത്. അത് ഞങ്ങൾ പറയാതെ തന്നെ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസമുള്ള എല്ലാ പത്രങ്ങളിലും അത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ചന്ദ്രശേഖരനെ ആക്ഷേപിക്കാൻ പറയുകയല്ല. കേരളത്തിൽ SSLC വരെ പഠിച്ച് ഒരു നോൺ SSLC എന്തോ ITI ഉദ്യോഗസ്ഥനായിട്ട് പിയൂണായിട്ട് ഒരു സ്ഥലത്ത് തുടർന്ന് 112 പേരുള്ള ഒരു യൂണിയന്റെ സെക്രട്ടറിയായി, ഒരു യൂണിയൻ രണ്ടായി പിളർന്ന്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ രണ്ടായി പിളർന്ന് 132 പേരെ ഈ കക്ഷത്ത് വെച്ച് നടന്നത്. അതാണ് ചന്ദ്രശേഖരന്റെ തൊഴിലാളി വർഗ പ്രവർത്തനത്തിന്റെ ബാക്ക് ഹിസ്റ്ററി. അദ്ദേഹം വേറെ ഒരു യൂണിയനിലോ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലോ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു കുഴപ്പം കാണിച്ച് 10 വർഷത്തേക്ക് ഡിസ്മിസ് ചെയ്ത് ക്രിമിനൽ കേസെടുത്ത് പുറത്തു കളയും. അങ്ങനെയുള്ളൊരു വ്യക്തി പ്രസിഡന്റ് ഓഫ് എ പേഴ്സൺ സാധാരണ നോക്കാറുണ്ട് ഉദ്യോഗ നിയമനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. പക്ഷെ എന്തുകൊണ്ടോ എന്റെയും നിങ്ങളുടെയും കൊച്ചു കേരളത്തിൽ ഇങ്ങനൊരു മനുഷ്യൻ 10-18 വർഷക്കാലം കോടാനക്കോടി രൂപ അഴിമതി കാണിച്ച് സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതി വരെ, സബ് കോടതി വരെയുള്ള കോടതികളിൽ 6-7 ജഡ്ജ്മെന്റുകൾ ഉണ്ടായിട്ട് ഇത്രയും കാലമായിട്ട്
ഏതെങ്കിലും ഒരു അധികാരികൾ the competent authority to take an action against a criminal ഇവിടെ എടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ കൊച്ചു കേരളം. കേരള പ്രിയനാടേ എന്ന് പറഞ്ഞ് ഭാവനാശാലിയായ ഒരു കവി പറഞ്ഞ പോലെ എന്റെ കൊച്ചു കേരളം കേഴുകയല്ലാതെ തൊഴിലാളി വർഗം ഏറ്റവും കൂടുതൽ സമര ചരിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള എഴുതി പിടിപ്പിച്ചിട്ടുള്ള കേരളത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അധികാരികൾ കൊടുത്ത കള്ള ഉത്തരവ് പരസ്യമായി തെരുവിൽ കൊണ്ടുവന്ന് വായിച്ച് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിന്റെ പിറ്റേന്ന് യോഗം കൂടി പുതിയ യോഗം ഇന്ന് തൃശ്ശൂർ വെച്ച് കൂടുന്നു. 1,91,00,000 പേരുള്ള ഒരു സംഘടനയ്ക്ക് ഒരാളിന് 3 രൂപ വെച്ച് അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടിടത്ത് കോടാനകോടി രൂപ വെട്ടിച്ചിട്ട് കേന്ദ്ര INTC കമ്മിറ്റിക്ക് 200 രൂപ കൊടുത്തത് കേന്ദ്ര INTC അധികാരികൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് തിരുവനന്തപുരം സബ് കോടതിയിൽ നടന്ന ഒരു കേസ്. അതുപോലെ ട്രേഡ് യൂണിയൻ കൊടുക്കേണ്ട അഫിലിയേഷൻ ഫീസും മാസവരികളിലും കള്ളം കാണിച്ചതിന്റെ രേഖകൾ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടു. ഓഡിറ്റർമാർ കണ്ടുപിടിച്ചു. അതാണ് തിരുവനന്തപുരം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് അദ്ദേഹത്തിനെതിരായി വിധിച്ചത്. സുപ്രീം കോടതി വരെ പോയാലും നിശ്ചയിക്കാത്ത കേസാണ്. ഇവിടെ 1.25 കോടി രൂപ വിധിച്ചു. കേന്ദ്ര കമ്മിറ്റിക്ക് 220 രൂപയോ എന്തോ. ഇതാണ് കള്ളാത്തരം. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ചുമക്കാൻ കഴിയാത്ത അയോഗ്യനായ ഒരു ക്രിമിനലിനെ താലോലിച്ച് വിമർപ്പിച്ച് ഈ രാജ്യത്ത് പ്രച്ഛന്നവേഷക്കാരനാക്കി നിർത്തി സ്തുതിപാഠകന്മാർ പാടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കേഴുക പ്രിയ നാട് എന്ന് മാത്രമേ എനിക്കിതിന് പറയാം. എന്റെ ബഹുമാന്യരായ പത്രപ്രവർത്തകർ, ബുദ്ധിജീവികൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ബാംഗ്ലൂർ കർണാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത യോഗ സ്ഥലത്ത് യോഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആൾ ഇന്ത്യ സെക്രട്ടറി യോഗത്തിന് വരാനിരിക്കെ 10 മിനിറ്റ് മുമ്പായി ഒരാളിനെ കൊലപ്പെടുത്താൻ 3 കൊലക്കേസിലെ പ്രതിയായ ഒരുത്തനാണെന്ന് പറയുന്നു. പിന്നെ വേറെ കുറെ ആളുകൾ അതിനെ കൊണ്ടുവന്ന് ഷോ കാണിച്ച ആളാണ് ചന്ദ്രൻ. അതിന്റെ ബാക്കി പത്രം പിന്നാലെ വരുന്നുണ്ട്. പോലീസ് കേസെടുത്തു.